സത്യവിശ്വാസിക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫീ നഫ്സിഹി, സ്വന്തം ശരീരത്തിൽ, വവലദിഹി, മക്കളിൽ, വമാലിഹി, സമ്പത്തിൽ, ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. അങ്ങനെ നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്ത് ഒരു തെറ്റ് പോലും ആ മനുഷ്യൻ ഉണ്ടാവുകയില്ല. എല്ലാം ഇവിടെ തന്നെ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു. അനുഭവിച്ച പ്രയാസം കാരണം, അനുഭവിച്ച സങ്കടം കാരണം, അനുഭവിച്ച അല്ലലുകളും അലട്ടലുകളും, ഇതെല്ലാം കാരണം നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. ഒരു പെണ്ണ് തന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ ലഹ, ഇതെന്റെ കുഞ്ഞാണ് നബിയേ, എന്റെ രോഗബാധിതനായ കുഞ്ഞാണ് നബിയേ. ഈ കുഞ്ഞിന് മുമ്പ് ഫലഖദ് ദഫൻതു സലാസതൻ ഖബല, 3 മക്കളെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് നബിയേ. എന്റെ 4ാമത്തെ കുഞ്ഞാണിത്. ഈ കുഞ്ഞിനും സുഖമില്ല നബിയേ, അങ്ങ് ദുആ ചെയ്യണം എന്ന് ഹബീബിനോട് ദുആ ചെയ്യിപ്പിക്കാൻ ഒരു പെണ്ണ് വന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. തങ്ങൾ ചോദിച്ചു, ദഫൻതി സലാസ, 3 കുട്ടികളെ നിങ്ങൾ മറവ് ചെയ്തല്ലേ, 3 കുട്ടികൾ നിങ്ങൾക്ക് മരിച്ചുപോയല്ലേ? ദഫൻതി സലാസ. ഹബീബായ നബി അത്ഭുതത്തോടെ ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, നഅം, അതേ നബിയെ, 3 മക്കളെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്. എന്റെ 4ാമത്തെ കുഞ്ഞാണ്. ഒന്ന് ദുആ ഇറക്കണം നബിയെ, എന്റെ കുഞ്ഞൊന്ന് രക്ഷപ്പെടാൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഇഹ്തദർതി ബിഹിദാരിൻ ശദീദിൻ മിനന്നാർ, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് അതിശക്തമായ ഒരു മതിൽക്കെട്ടിനാൽ നിങ്ങൾക്ക് അല്ലാഹു തആല പ്രതിരോധം തീർത്തു കഴിഞ്ഞിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നരകം നിഷിദ്ധമാണ്. 3 മക്കളെ അല്ലാഹുവിനെ സമർപ്പിക്കുകയും 3 മക്കളെ നഷ്ടമായതിൽ പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്യുക വഴി നിങ്ങൾക്ക് നരകത്തിലേക്ക് കടക്കാതെ അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞു, ഒരു കുഞ്ഞൊരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ കണ്ണിലുണ്ണികളാണ്. അല്ലാഹു അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അദബും ഇൽമും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരിൽ മരിച്ചുപോയ മക്കളുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കളെ സ്വർഗ്ഗലോകത്ത് കൈപിടിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന നിധികളായ അല്ലാഹു ആ മക്കളെ മാറ്റിത്തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ കുഞ്ഞു മരിച്ചാൽ മാലാഖമാരോട് അല്ലാഹു ചോദിക്കുന്നു, അഖബൽതും വലദ അബ്ദി, എന്റെ ഒരു ദാസന്റെ മോനെ നിങ്ങൾ പിടിച്ചോ, മരിപ്പിച്ചു കളഞ്ഞോ? ഖാലൂ നഅം, അവർ പറയും അതെ റബ്ബേ. റബ്ബിനെ അല്ലാഹു ചോദിക്കുന്നു, അഖബൽതും സമറത ഫുആദി, കരളിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ കൊണ്ടുപോയത്? താലോലിച്ചു വളർത്തിയ കുഞ്ഞുമോനെ, താലോലിച്ചു വളർത്തിയ കുഞ്ഞുമോളെ, ആ ഒരു പിഞ്ചോമനെ നിങ്ങൾ മരിപ്പിച്ചു കളഞ്ഞോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. വഹുവ അലമു ബിഹി, അല്ലാഹുവിനറിയാം, അവനാണ് മരിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ ഡ്യൂട്ടിയാണ് മലക്കുകൾ ചെയ്യുന്നത്. എന്നാലും റബ്ബ് അവരോട് ചോദിക്കുന്നു, അവരുടെ കണ്ണിലുണ്ണിയാണോ നിങ്ങൾ കൊണ്ടുവന്നത്? അവരുടെ കരളിന്റെ കഷ്ണമാണോ നിങ്ങൾ മരിപ്പിച്ചു കളഞ്ഞത്? അവർ പറയുന്നു നഅം അല്ലാഹ്. എന്തേ എന്റെ അടിമ എന്നിട്ട് പറഞ്ഞത്? എന്തേ പറഞ്ഞത്? ഹമിദക വസ്തർജഅ, നിന്റെ അടിമ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും വസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തു എന്ന് മലക്കുകൾ മറുപടി പറയുമ്പോ, ഇബ്നു അബ്ദി ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് എന്റെ ദാസന് നിങ്ങളൊരു വീട് പണിതു കൊടുക്കണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണം. അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയത് കിട്ടിയ വീടാണ്. അൽഹംദുലില്ലാഹ് എല്ലാവരും പറയുന്നുണ്ടാകാം. ഒരു കുഞ്ഞു മരിച്ചു പോകുമ്പോ, വീട്ടിൽ അപകടം നടക്കുമ്പോ, അല്ലാഹുവേ നിനക്ക് സ്തുതി, നീയാണ് വിധിച്ചത്, നിന്റെ വിധി ഞങ്ങൾ സ്വീകരിച്ചു റബ്ബേ എന്ന് അല്ലാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെട്ടതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന ഒരു സുന്ദരമായ കൊട്ടാരം മക്കൾ മരിച്ചു പോവുകയും എന്നിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ് അല്ലാഹുവിനോട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നവർക്ക് അല്ലാഹു തആല പണിതു കൊടുക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നഷ്ടത്തിലേക്ക് നോക്കുമ്പോൾ പ്രയാസം തന്നെ. ആ നഷ്ടത്തിന് പകരം അല്ലാഹു നൽകുന്ന ഈ ലോകം അത്ഭുതമല്ലേ? ഹബീബായ നബിയുടെ മജ്ലിസിലേക്ക് എപ്പോഴും വരുമായിരുന്ന ഒരു സ്വഹാബി, ഒരേ ഒരു കുഞ്ഞേ ആ സ്വഹാബിക്കുള്ളൂ. എപ്പോഴും ഹബീബിന്റെ മജ്ലിസ് വരും. ആ മനുഷ്യന്റെ തോളിലൂടെ കുഞ്ഞ് കയറി മറിഞ്ഞ് കളിക്കും. പള്ളിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരും. ആ കുഞ്ഞിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കും. നബി തങ്ങൾ ഇങ്ങനെ കണ്ടിങ്ങനെ ചിരിക്കുമായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഇയാളെ കാണാതെ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഫഅല ബിനു ഫുലാൻ, എന്തു പറ്റി? നമ്മുടെ ആ ചെറുപ്പക്കാരനെ കാണുന്നില്ലല്ലോ. ചെറിയൊരു കുഞ്ഞുമായി വരാറുള്ള ആളെവിടെ? നബിയേ മാത ഇബ്നുഹു, അയാളുടെ മോൻ മരിച്ചുപോയി. നബിയെ മരിച്ചുപോയി. വല്ലാത്ത സങ്കടത്തിലാണ് നബിയെ. വീട്ടിനകത്ത് ഇരിപ്പാണ്, നിസ്കാരമൊക്കെ അവിടെ തന്നെയാണ്. ആളുകൾക്കിടയിലേക്ക് വരാൻ കഴിയില്ല. നബിയെ സങ്കടത്തിലാണ്. ആ സമയമാണ് ഹബീബായ നബി തങ്ങൾ ആ വീട്ടിലേക്ക് നടന്നു പോകുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസീബത്ത് ഒരു വീട്ടിലുണ്ടായാൽ അങ്ങോട്ട് നടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കേണ്ടത്, തഅസിയത്ത് ചെയ്യേണ്ടത് മറ്റു മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. മരണം സംഭവിച്ച വീടുകളിലേക്ക് നമ്മൾ ചെല്ലണം, നമ്മൾ അവരെ ആശ്വസിപ്പിക്കണം. നബി തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, യാ ഫുലാൻ, എന്റെ സഹോദര, എന്റെ സ്വഹാബി, നിങ്ങളുടെ മകൻ ഇങ്ങനെ മരിക്കാതെ നിങ്ങളോടൊപ്പം വളർന്ന് നിങ്ങൾ ഈ ജീവിക്കുന്ന ഈ പ്രായമെത്തുകയും അങ്ങനെ ആ മകൻ മരിച്ചു പോവുകയും എന്നിട്ട് മകൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊന്നും അറിയാതെ കുറെ കാലം ജീവിച്ച് മരിച്ചു പോകലാണോ നിങ്ങൾക്കിഷ്ടം? അതല്ല, ഇങ്ങനെ മരിച്ചു പോവുകയും സ്വർഗത്തിലേക്ക് നിങ്ങളെ കടന്നു കൊണ്ടുവരാൻ സഹായകമാവുകയും ഐനമാ ദഖൽത്, സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ കടന്നു വരുമ്പോഴും സലാമുൻ നബി, ഉപ്പാ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ് ഈ മകൻ നാളെ നിങ്ങളെ സ്വർഗത്തിൽ സ്വീകരിക്കണമോ? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? നബിയെ എനിക്ക് സ്വർഗം മതി. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചോളൂ, നിങ്ങളുടെ മോൻ നിങ്ങളെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ താബിഈയാണ്. സ്വഹാബിമാരിൽ ആയിരക്കണക്കിന് സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ താബിഈയാണ്. അൽ-അസ്വദുൽ അനസി തീയിലേക്ക് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയെ തീയിൽ നിന്ന് അല്ലാഹു രക്ഷിച്ച പോലെ യമനിലെ കള്ളപ്രവാചകന്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാ പറയുമായിരുന്നു, ലഅൻ യൂലദ ലി മൗലൂദുൻ യുഹ്സിനുല്ലാഹു നബാതഹു, എനിക്ക് അല്ലാഹു തആല ഒരു കുഞ്ഞിനെ നൽകുകയും ആ കുഞ്ഞ് വളർന്ന് വലുതാവുകയും ആ കുഞ്ഞ് അങ്ങനെ അലാ ശബാബി ഇസ്തവാ അലാ ശബാബിഹി, തന്റെ യൗവനം പ്രാപിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു പ്രായമെത്തി ആശ്വാസം വരുന്ന ഒരു സമയത്തെത്തി എന്നെ സഹായിക്കാനും ഒരു കൈത്താങ്ങാവാനും ഒരു ആൺകുഞ്ഞിനിക്കുണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുന്ന നേരത്ത് ആ കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോകലാണ് ഈ ലോകത്തെ സർവ്വതും അള്ളാഹുവിന് നൽകുന്നതിനേക്കാളും ഖൈറ് എന്ന് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നമ്മൾ ആശ്വസിക്കും. നമുക്ക് പ്രയാസം വരുന്ന നേരം അത്ര വലുതായിട്ടൊരു കുഞ്ഞ് മരിച്ചോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു തരുന്ന കൂലി വളരെ കൂടുതലാണ്. ആ കുഞ്ഞിനെ തർബിയത്ത് ചെയ്ത കാലം, ആ കുഞ്ഞിനെ സ്നേഹിച്ച കാലം, ആ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടു നടന്ന കാലം, അത്രയും കാലത്തെ എത്ര സ്നേഹമാണോ ഉമ്മയും വാപ്പയും ആ കുഞ്ഞിന് വേണ്ടി വാരിക്കോരി കൊടുത്തത്, അതിനൊക്കെ പകരം അല്ലാഹു സ്വർഗ്ഗലോകത്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്ത് എല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറ് എന്റെ ആ പൂമോനെ കൊണ്ടുപോവൽ തന്നെ എന്ന് ധൈര്യമായി പറഞ്ഞ താബിഈങ്ങളിൽ പ്രഗൽഭനാണ്. മുഅ്ജിസത്തുകൾ അംബിയാഇനുണ്ടാകുന്ന പോലെ കറാമത്തുകൾ കാണിച്ച മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ആ ഒരു പ്രഗൽഭമായ അനുഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹദ്ദിസീങ്ങൾ പ്രഗൽഭനാണ്. മഹാനായ ഇബ്രാഹീമുൽ ഹർബി റളിയല്ലാഹു അൻഹു, ഇബ്രാഹീമുൽ ഹർബി എന്നവർ പ്രഗൽഭനായ ഹദീസ് പണ്ഡിതനാണ്. 11 വയസ്സുള്ളൊരു മകനുണ്ട്. ആ മകൻ 11 വയസ്സായപ്പോൾ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കി. അതുമാത്രമല്ല ഹദീസും ഫിഖ്ഹും പഠിച്ചു. അങ്ങനെ ഒരു ഏകദേശം ഒരു പക്വതയിലെത്തിയ പ്രായം ആ കുഞ്ഞിനെ അല്ലാഹു കൊണ്ടുപോകുന്നു. മുഹദ്ദിസായ ഇബ്രാഹീമുൽ ഹർബിയുടെ 11 വയസ്സുള്ള പൊന്നുമോൻ അല്ലാഹു കൊണ്ടുപോകുന്നു. മുഹമ്മദ് ഇബ്നു ഖലഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അങ്ങോട്ട് ചെന്നു, ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്,
മഹാനായ ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവേ നിനക്ക് സ്തുതി. ലഖദ് കുൻതു അലാ ഹുബ്ബി ലഹു അസ്തഹി മൗതഹ്. എന്റെ കുഞ്ഞിനോട് എനിക്ക് എത്രയധികം സ്നേഹമുണ്ടായിരുന്നോ ആ സമയത്തെല്ലാം ഈ കുഞ്ഞ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. മുഹമ്മദ് ബിൻ ഖലഫ് എന്നോട് ചോദിക്കുക, 11 വയസ്സുള്ളൊരു മോൻ, ഹിഫ്ള് പഠിച്ച ഒരു മോൻ, ഹദീസും ഫിഖ്ഹും പഠിച്ച ഒരു മകൻ, ആ മകൻ മരിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുകയോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ആ കുഞ്ഞ് വലുതാവുകയും ആ കുഞ്ഞ് വലിയൊരു ആലിമായി വളരുകയും ചെയ്തത് കാണാനല്ലേ നിങ്ങൾക്ക് ആഗ്രഹം? നിങ്ങൾ എന്താണ് ആ കുഞ്ഞ് മരിച്ചാൽ കുഴപ്പമില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നത്? കുഞ്ഞിനെ അല്ലാഹു കൊണ്ടുപോയിരിക്കുകയാണ്. ബഹുമാനവറുകൾ പറഞ്ഞു, അങ്ങനെ ഒരു മോനെ അല്ലാഹു കൊണ്ടുപോകുമ്പോൾ അതിനാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് മുഹമ്മദ് ബിൻ ഖലഫെ നിങ്ങൾക്കറിയുകയില്ലേ? അതിനേക്കാളൊക്കെ ഞാൻ എന്റെ മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫലഖദ് റഅയ്തു ഫീ മനാമി കഅന്നൽ ഖിയാമത ഖാമത്. എന്റെ മോൻ മരിക്കുന്നതിന്റെ മുമ്പ് ഖിയാമത്ത് നാൾ നടന്നത് ഞാൻ സ്വപ്നം കണ്ടു. അവിടെ ഒരു കൂട്ടം കുട്ടികൾ ഒരു കൂജയിൽ വെള്ളവുമെടുത്ത് ദാഹിച്ചു നിൽക്കുന്ന മശ്റയിലൂടെ വെള്ളവുമായി നടന്നു വരുന്നു. ഞാൻ ചോദിച്ചു, മക്കളെ എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം തരൂ, വെള്ളം തരൂ, വെള്ളം തരൂ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ലസ്ത അബി, നിങ്ങൾ എന്റെ വാപ്പയല്ലല്ലോ, നിങ്ങൾ എന്റെ ഉപ്പയല്ലല്ലോ, നിങ്ങൾക്ക് വെള്ളമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളൊക്കെ ആരാണ്? നഹ്നു സുബിയല്ലദീന മിത്നാ, മരിച്ചുപോയ കൊച്ചുമക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങൾ മരിച്ചുപോയപ്പോൾ ക്ഷമിച്ചവരാണ്. അവർ കരഞ്ഞിട്ടുണ്ട്, ശരി തന്നെ, അവർ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിൽ അള്ളാഹുവിനെ പഴിചാരിയിട്ടില്ല. എന്റെ അള്ളാഹു എന്തേ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്റെ കുഞ്ഞിനെ മാത്രം എന്തേ കൊണ്ടുപോയത്? ഒരേ ഒരു കുഞ്ഞ്, 10ഉം 15ഉം മക്കളുള്ളവർക്ക് ആരും മരിച്ചില്ലല്ലോ, എന്റെ കുഞ്ഞിനെ മാത്രം എന്തുകൊണ്ട് അള്ളാഹു കൊണ്ടുപോയി? ഇതൊന്നും ഞങ്ങളുടെ ഉമ്മമാർ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വാപ്പമാർ പറഞ്ഞിട്ടില്ല. ആ ഉമ്മാക്കും ഉപ്പാക്കും വെള്ളം കുടിപ്പിക്കാൻ വരുന്ന മക്കളാണ് ഞങ്ങൾ. അങ്ങനത്തെ ഉമ്മാക്കും ഉപ്പാക്കും വെള്ളം കുടിപ്പിക്കാൻ വരുന്ന മക്കളാണ് ഞങ്ങൾ. ഈ സ്വപ്നമുണ്ടായതിന്റെ ശേഷം മുഹമ്മദ് ബിൻ ഖലഫെ ഞാൻ ആഗ്രഹിച്ചു പോയി, റബ്ബേ എനിക്കും ഒരു കുഞ്ഞു മരിക്കുകയാണെങ്കിൽ നാളെ മശ്ശറായിൽ വെള്ളം തരാൻ ഒരു മകനുണ്ടാകുമല്ലോ എന്ന് കൊതിച്ചു പോയതിന്റെ ഫലമാണ് ഈ 11 വയസ്സ് പ്രായം ഹാഫിളായ മോൻ മരിച്ചു പോയപ്പോഴും ഞാൻ അതിൽ സങ്കടപ്പെടാതിരിക്കുന്നത്, അള്ളാഹുവിന്റെ ഖളായിൽ പൊരുത്തപ്പെടുന്നത് എന്ന് മുഹദ്ദിസും ഹദീസിന്റെ ജ്ഞാനിയുമായ മഹാനായ ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത്. ഇമാം ഇബ്നു മാജ അവരുടെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദും മിനന്നാസ് ഉസീബ ബിമുസീബത്തിൻ ഫൽയഅ്തസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തി അല്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു പ്രയാസം വന്നാൽ, എന്റെ കാലശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ, എനിക്കുണ്ടായ, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിപത്തിനെ നിങ്ങൾ ഓർക്കണമേ. فإن أحدا من أمتي لن يصاب بمصيبة بعدي أشد عليه من مصيبتي. അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞ മാസമാണിത്. ഹബീബ് ലോകത്തോട് കടന്നു വന്ന മാസമാണിത്. ഹബീബായ നബി തങ്ങളുടെ വിയോഗത്തിലൂടെ അള്ളാഹു വഹി നിലച്ചു കളഞ്ഞല്ലോ, വഹി ഇറങ്ങുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി മദീനത്തെ പരിശുദ്ധമായ പള്ളിയുടെ മുമ്പിലേക്ക് വന്ന വരവ് നിലച്ചുപോയില്ലേ? പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മഴയില്ലെങ്കിൽ നബിയെ മഴ വേണമെന്ന് പറഞ്ഞ് മഴ തിമർത്തു പെയ്താൽ മതി മതി നബിയെ, മഴ മതി നബിയെ, കൈകാലുകൾ മുറിഞ്ഞു നബിയെ, നബിയെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല നബിയെ, അസുഖമാണ് നബിയെ, ഓടിച്ചെല്ലാൻ ആശ്രയമായി, പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള ആശ്രയമായി ഹബീബായ നബിതങ്ങൾ ഉണ്ടായിരിക്കെ ഈ ഉമ്മത്തിന്റെ അഭയവും തണലുമായ നബിതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ മരണത്തെക്കാളും ഒരു വിപത്തും ഒരു മുസ്ലിമിനും ലോകത്ത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ മരിക്കുമ്പോ, നിങ്ങളുടെ ബന്ധുക്കൾ മരിക്കുമ്പോ, ഭാര്യയോ ഭർത്താവോ വാപ്പയോ ഉമ്മയോ മരണപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം കൊണ്ടുണ്ടായ നഷ്ടമൊന്നും എന്റെ കുടുംബത്തിലെ എന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ തന്നെയും ഹബീബിന്റെ മരണത്തോട് നിങ്ങൾ തട്ടിച്ചു നോക്കണമേ. അപ്പോൾ നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് ലഘുവായി കാണാൻ കഴിയുമെന്ന് ലോകത്തിന്റെ റഹ്മത്തായ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമങ്ങളും സങ്കടവും പ്രയാസമാണ്. സഹിക്കാൻ അല്ലെങ്കിൽ ക്ഷമിക്കാൻ ഒരു മനുഷ്യന്റെ മനക്കരുത്ത് എത്രത്തോളം എന്നൊരു വിഷമം വരുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ്. നമ്മുടെ എല്ലാം ബിമഖാദീരില്ലാഹ്, സർവേശ്വരനായ അല്ലാഹു നിയന്ത്രിക്കുന്ന. ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു മുസീബത്ത്, ഒരു വിപത്ത് സംഭവിക്കുകയും എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അതിനുശേഷം അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് സംഭവിച്ച ഈ മുസീബത്തിന്, ഈ വിപത്തിന് നീ പ്രതിഫലം നൽകണമേ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും ഖൈറായത് പകരം നൽകണമേ എന്നാരെങ്കിലും പറഞ്ഞാൽ ഇല്ലാ ആജറഹു അല്ലാഹു ഫീ മുസീബതിഹി വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, ആ സംഭവിച്ച മുസീബത്തിന്, വിപത്തിന് പകരം ഒരു നന്മ അല്ലാഹു പകരം കൊടുക്കുകയും ആ മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ ഫലമായി അല്ലാഹു പ്രതിഫലം കൊടുക്കാതിരിക്കുകയും ചെയ്യുകയില്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കേട്ടിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. അപ്പോഴാണ് ഉമ്മു സലമ ബീവിയുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മു സലമ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹ, പടച്ചവനെ എനിക്ക് സംഭവിച്ച ഈ വിപത്തിൽ എന്റെ ഇഷ്ടത്തോഴനായ അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. റബ്ബേ, എന്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പയാണ്, എന്റെ ഭർത്താവാണ് ലോകത്തോട് വിട പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് സംഭവിച്ച ഈ മുസീബത്തിന് നീ പകരമായി പ്രതിഫലം നൽകുകയും ഇതിനേക്കാളും ഖൈറായത് പകരം നൽകുകയും ചെയ്യണം. ഞാൻ ചിന്തിച്ചു പോയി നബിയെ, എന്റെ ഭർത്താവ് അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവിനെ ഈ ദുആ കൊണ്ട് എനിക്ക് കിട്ടുമോ നബിയെ? എന്റെ അബൂ സലമയെക്കാളും നല്ല ഒരു ഭർത്താവ് വേറെ ഉണ്ടോ നബിയെ? ഞാൻ എന്തിനത് ചൊല്ലണം? എന്റെ ഭർത്താവിനേക്കാളും ഖൈറായത് വരുമെന്നല്ലേ അങ്ങ് പറയുന്നത്? അബൂ സലമയെക്കാളും ഖൈറുള്ളവരുണ്ടോ? പറഞ്ഞു, ഉമ്മു സലമ നിങ്ങളത് ചൊല്ലിക്കോളൂ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഭർത്താവ് അബൂ സലമയുടെ വിയോഗത്തിന് ശേഷം അവരെക്കാളും ഖൈറായ ഒരു ഭർത്താവിനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ആ ചൊല്ലിയ പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാവാൻ എനിക്ക് അല്ലാഹു അവസരം തന്നു. ഞാൻ ഇന്ന് ഉമ്മുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. ഹബീബായ നബിതങ്ങളെ എന്നെ വിവാഹം ചെയ്യണമെന്ന് അല്ലാഹു വഹി അറിയിച്ചു. നബിതങ്ങൾ എന്നെ വിവാഹം ചെയ്തു. അത് ഞാൻ ചൊല്ലിയ പ്രാർത്ഥനയുടെ ഫലമാണ്. എനിക്ക് സംഭവിച്ച മുസീബത്തിൽ അതിനേക്കാളും ഖൈർ നീ പകരം നൽകണമേ. എന്റെ അബൂ സലമയെക്കാളും ഖൈർ ഒരേ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ റസൂലല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് ചൊല്ലി എനിക്കത് ലഭിക്കുകയും ചെയ്തു. ഏത് മുസീബത്ത് വരുമ്പോഴും നമ്മളതാണ് ചൊല്ലേണ്ടത്. നബിതങ്ങൾ തന്നെ പറയുന്നു, മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത അശ്ശൗക യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന ഏതൊരു ക്ഷീണം, ഏതൊരു രോഗം, പനി, ഏതൊരു ടെൻഷൻ, സങ്കടം, ഒരു പ്രയാസം, ഒരു ദുഃഖം, കാലിനേൽക്കുന്ന ഒരു മുള്ള്, ഒരു കുപ്പിച്ചില്ല് തറക്കുന്നു, ഒരു മുള്ള് തറക്കുന്നു, ഒരു കത്തി തട്ടിയിട്ട് ഒരു ഉമ്മാക്ക് തന്റെ അടുക്കള ജോലി ചെയ്യുന്ന ഇടയിൽ കത്തി കൊണ്ടൊരു മുറിവേൽക്കുന്നു. ചെറുതും വലുതുമായ ഏതൊരു മുറിവ് സംഭവിച്ചാലും ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, മനുഷ്യൻ ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹു അത് കാരണം പൊറുപ്പിച്ചു കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹ്. സങ്കടത്തിന് എത്ര കട്ടിയും കനവും കൂടുതലുണ്ടോ അതിനനുസരിച്ച് അല്ലാഹു നമ്മുടെ തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരുന്നു. പിന്നെ മുഅ്മിനായ മനുഷ്യൻ എന്തിനു വിഷമിക്കണം? യാ അല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അശദ്ദുന്നാസി ബലാഅ, ആരാണ് നബിയെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്? നബിയോട് ചോദ്യം വന്നു. അപ്പോഴാ നബി തങ്ങൾ പറയുന്നത്, അൽ അംബിയാ, പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത്. അംബിയാക്കന്മാർ,
അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളിൽ 7 മക്കളിൽ നബിതങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ 6 മക്കളെയും സ്വന്തം കൈകൊണ്ട് ജനാസ എടുത്ത മയ്യിത്ത് പരിപാലിക്കുകയും ഖബറിലേക്ക് വെക്കുകയും ചെയ്ത ഉപ്പയാണ് നമ്മുടെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ, ഫാത്തിമ ബീവി ഒഴികെ ഹബീബായ നബിതങ്ങളുടെ എല്ലാ പെൺമക്കളും ആൺമക്കളും വാപ്പയായ നബിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയവരാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്തും വിപത്തും വന്നാൽ, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണമേ. അല്ലാഹുവിന്റെ ഹബീബ് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കാരണം എന്റെ മരണത്തിലൂടെ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയല്ലോ, നിങ്ങളോട് ഞാൻ യാത്ര പിരിയാൻ പോകുന്നു. എന്റെ മരണത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മുസീബത്തോളം നിങ്ങൾ കേൾക്കുന്ന ഒരു മുസീബത്തും ഏൽക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം, ഓരോരുത്തരുടെയും അല്ലാഹുവിനോടുള്ള ദീനിനോടുള്ള അടുപ്പം എത്രയാണോ ആ തോതിനനുസരിച്ചാണ് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക. ഫമൻ സഖുന ദീനുഹു ഇസ്തദ്ദ ബലാഉഹു, ദീൻ സുദൃഢമാണെങ്കിൽ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. വമൻ ദഅഫ ദീനുഹു ദഅഫ ബലാഉഹു, ഒരു മനുഷ്യന്റെ ദീനീ ബോധം ദുർബലമാണെങ്കിൽ അവർക്ക് പരീക്ഷണവും ദുർബലമാണ്. എന്നാൽ ഈ പരീക്ഷണം അല്ലാഹു നൽകുന്ന ശിക്ഷയല്ല. വഇന്നർ റജുല ലയുസീബുഹുൽ ബലാ, ഒരു മനുഷ്യന് ഒരു പരീക്ഷണം ഉണ്ടാവുകയും ഹത്താ യംശിയ ഫിന്നാസി വമാ അലൈഹി ഖതീഅ, പരീക്ഷണങ്ങളോട് പരീക്ഷണം, കടബാധ്യതകളും പ്രയാസങ്ങളും, വീടും മക്കളും എല്ലാം നഷ്ടമായി, ആരോഗ്യം നഷ്ടമായി, എല്ലാ പ്രയാസങ്ങളിലും പെട്ട് നടക്കുന്ന ചില മുഅ്മിനീങ്ങൾ, ഹത്താ യംശിയ ഫിന്നാസി വമാ അലൈഹി ഖതീഅ, ജനങ്ങൾക്കിടയിലൂടെ ആ മനുഷ്യൻ നടന്നു പോകുന്നു. ആ മനുഷ്യന്റെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയില്ലാത്ത വിധം അല്ലാഹു ഈ ദുനിയാവിൽ അവരെ ശുദ്ധീകരിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.